ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ നമ്മൾ സാധാരണ പറയൂലേ, ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഒരു ചായക്കടി ഉണ്ടാക്കാതെ, അതുപോലെ ചോറ് വിളമ്പുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചോറിനുള്ള കറി ആയാലോ, അത് ഒരു 2-3 മിനിറ്റ് മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോഴേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് നിലക്കടല ഒരു കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പോളം കപ്പലണ്ടി. ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി അല്ലി ഒരു 8-9 എടുത്തോളൂ കേട്ടോ. അതും പിന്നെ ഒരു കൈപ്പിടി പിന്നെ ഒരു ഇത്തിരി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണക്ക് പറഞ്ഞാൽ ഒരു അരക്കപ്പ് ഒരു 1/4 കപ്പ്. അപ്പൊ അതിനി നമുക്കിതൊന്ന് ക്രഷ് ആക്കി കൊണ്ടുവരാം. ജസ്റ്റ് പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഒന്ന് കറക്കിയാൽ മതി. ദാണ്ടെ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് തൈര് വേണം കേട്ടോ. അപ്പം പുളി ഇല്ലാത്ത തൈര് നോക്കി എടുക്കണം. ഞാൻ മിൽമേൻ്റെ ദാണ്ടെ ഈ കളറിൽ നീല കളറിലുള്ള തൈരുണ്ടല്ലോ, ഇതാണ് എടുത്തത്. ഇതിന് പുളിപ്പൊന്നും ഇല്ല കേട്ടോ വലുതായിട്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ആ തൈരിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ തൈരിലെ കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പൊ ദാണ്ടെ കട്ടകളൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചെറിയ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കട്ടകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ ക്രഷാക്കി വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് ചേർത്ത് ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മാറി കിട്ടണം. അതുവരെയും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. തേങ്ങയൊക്കെ ഒരുപാടങ്ങ് കളറൊക്കെ മാറി അങ്ങ് വറുത്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറി വരണം, അത്രേ ഉള്ളൂ. ഒരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. 2 സെക്കൻഡ് അല്ല, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ടെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെയും ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ ഇത് ഇരുമ്പിന്റെ ചട്ടിയാട്ടോ, അതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും. അതുകൊണ്ട് ഞാൻ നല്ല തീ കുറച്ചിട്ടേക്കാണ്. ഇനി നമുക്കിത് ഡയറക്റ്റ് എടുത്ത് നമ്മുടെ ആ ഒരു അടിച്ചെടുത്ത് വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്കൊന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോഴെന്ത് സിമ്പിൾ പരിപാടിയാന്ന് നോക്കിയേ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട്. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സമയം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുളിയുള്ള തൈര് എടുക്കരുത്. ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാണ് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ല, ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഈ കപ്പലണ്ടീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഉണ്ടാക്കിയാൽ മതി. അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കാര്യം ആ നിലക്കടലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല രുചിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ചൂടോടെ ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ചങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ബൈ ബൈ.